ഹലോ, ഇന്ന് നമ്മൾ തെങ്ങാണ് വരയ്ക്കുന്നത്. ആദ്യം വരയ്ക്കുന്ന ഈ 2 ലൈനും ശ്രദ്ധിച്ച് വരയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്ന പോലെയൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രകൃതി ദൃശ്യം ചെയ്യുകയാണെങ്കിലും അല്ല ഒരു വീടും പരിസരവും ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പോൾ ഈ തെങ്ങ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അതിലേക്ക് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. കളറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇല ചെയ്യണം അതേപോലെ പട്ട ചെയ്തെടുക്കുക. തടി ബ്ലാക്കും ബ്രൗണും വെച്ച് ചെയ്താലും കുഴപ്പമില്ല, ബ്രൗണും യെല്ലോയും ചെയ്താലും കുഴപ്പമില്ല. ഇതിൽ ലെഫ്റ്റിൽ കാണുന്ന തെങ്ങ് ഞാൻ പെൻസിൽ വെച്ചിട്ടും റൈറ്റിലത്തത് ഞാൻ ക്രയോൺ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഭംഗി ലെഫ്റ്റിലത്തെയാണ്. റൈറ്റിലത്തത് ആകെ കുളമായി, ഇങ്ങനെയൊക്കെയാണ് അത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കാര്യം പറയാം. ഞാൻ ഡ്രോയിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓയിൽ പേസ്റ്റ് എന്ന് പറഞ്ഞ ക്രയോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കളർ ചെയ്തു, അതിൻ്റെ മീതെ കൂടെ ഒന്ന് ചെയ്താലും 2 കളറിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ലോക്കലായിട്ട് സാധാരണ മേടിക്കാൻ കിട്ടുന്ന ക്രയോൺസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ അടിച്ച് അതിൻ്റെ മീതെ കൂടെ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ അത് വർക്കാവില്ല. നിങ്ങളിപ്പോൾ മത്സരങ്ങൾക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഓയിൽ പേസ്റ്റ് ഉപയോഗിക്കുക, അതായിരിക്കും നല്ലത്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ വെറുതെ ചെയ്തെടുത്തോണ്ട് കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിലേത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് പറയാം.